ഹലോ ഗായ്സ്, പൊളിക്കാൻ ഫൺ വിത്ത് ഫ്രണ്ട്സിന്റെ പുതിയ വീഡിയോയിലെ എല്ലാവർക്കും അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ പാരറ്റിന് നമ്മൾ ഇന്നലെ വാങ്ങിച്ചായിരുന്നു. ആ വീഡിയോ ഇട്ട് പോളാർ പാരറ്റിന് ഇപ്പൊ ഇട്ട് വെച്ചേക്കുന്ന ഈ ഒരു ഡപ്പയ്ക്കകത്താണ് ഗായ്സ്. കണ്ടോ, ഈ ഒരു ഡപ്പയ്ക്കകത്ത് അതിന് വലുതായിട്ട് കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു കിണ്ണ പ്ലാന്റ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഏതാന്ന് ഞാൻ കാണിച്ചത്. ഈ 2 ലിറ്ററിന്റെ കുപ്പിക്കകത്ത് നമ്മൾ സെറ്റാക്കാൻ പോകണം. നിങ്ങൾ അവർക്ക് എങ്ങനെ ഇതിനെ ഇതിൻ്റെ അകത്ത് കയറ്റുന്നു, നമുക്ക് അതിന്റെ ബുദ്ധി നമ്മൾ വഴിയാ പറഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മുടെ ഓസ്കാറിനൊക്കെ നമ്മൾ നല്ല സൂപ്പറായിട്ട് സംഭവമൊക്കെ സെറ്റാക്കി കൊടുത്ത് നമ്മുടെ കൊതുകുവല ഇട്ടാണ് ഗൈസ് നമ്മുടെ ഒരു ജനൽ പോലെ ആക്കി എടുത്ത് നമ്മുടെ ഓസ്കാറിനെ കാണിച്ചു തരാം. 3 സെറ്റായിട്ട് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ മോൺസ്റ്റർ ഫിഷ് വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇന്നലെ നമ്മൾ തുമ്പിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ തുമ്പിയുടെ ചിറകൊക്കെ താണ്ട് ഈ താഴെ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് പോയി ഗൈസ്. നമ്മൾ ഇന്നലെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ അതിൻ്റെ ചിറകെല്ലാം താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് അടിച്ചെന്നാണ് ഗൈസ്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗൈസ്. നമ്മൾ ഇന്നലെ മേടിച്ചൊരു അവിടെ ഫുൾ ബ്ലാക്ക് ഗപ്പിയൊക്കെ കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷ വാർത്ത. 7 കുഞ്ഞുങ്ങളാണ് ഗൈസ് അതിനുണ്ടായത്. 7 കുഞ്ഞുങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ബ്ലാക്ക് അതിൻ്റെ അകത്താണ് ഗൈസ്. നമുക്ക് അതിനെ കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ അകത്തുണ്ട് ആ ചട്ടി അങ്ങ് എടുത്തു ഗൈസ്. അതിന്റെ ആണ് ഉണ്ട്, അതിന്റെ അകത്തുണ്ട് 7 കുഞ്ഞുങ്ങൾ. ഇതിനെ നമ്മൾ മാറ്റുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യം അവിടെ പോളാർ പാരറ്റിന്റെ ഇത് സെറ്റ് ആക്കാനുള്ള നമുക്ക് പോയി എടുത്തോണ്ട് വരാം ഗൈസ്. നമുക്ക് നേരെ അതിന് അടുത്ത് ഇതായിട്ട് പിന്നെ കാണാം ഗൈസ്. അവൻ അത് പോയി എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കാണിച്ചു തരും. അതൊക്കെ സെറ്റ് ആക്കട്ടെ. അവിടെ ഓസ്കാറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഇതിനെ വിത്തിലാണ് ഇട്ടേക്കുന്നത്. സക്കറ് നമ്മൾ വേറെ പോണ്ടൊക്കെ പണിയും ഗൈസ്. നമ്മുടെ സക്കറിന്റെ കൂടെ കിടന്ന ആ സിലോപ്പിൽ ചത്തുപോയി ഗൈസ്. എന്നാ കാരണം അറിയാൻ മേല. ഇത് ഇനി എങ്ങനെ സെറ്റ് ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ 2 ലിറ്ററിന്റെ കുപ്പി എടുക്കണം. 2 ലിറ്ററിന്റെ കുപ്പി എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. ഇതാണ്ടേ ഈ ഒരു സെൻറ്റർ ഭാഗം നോക്കി ഒന്ന് ഈ മുറിക്കണം. ഇത് വലിയ മൂർത്തിയില്ലാത്ത കത്തിയാണ്. നിങ്ങൾ കൊണ്ടാണെങ്കിലും മതി ഗൈസ്. ഇത് മുറിച്ചാൽ മതി. ഇതുകൊണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കണം. ഈ ഒരു ലെവലിൽ എടുത്തിട്ട് തിരിക്കുക. ഇതുകൊണ്ട് തിരിച്ചങ്ങ് കണ്ടിക്കുക. ഇതുകൊണ്ട് നമുക്ക് വേണ്ടിയ അത്രയും ഇതാണ് നമുക്ക് വേണ്ടിയത്. ഈ തുറക്കേണ്ട ഇതില്ലേ, ആ ഒരു ഇത് നമുക്ക് കുറച്ചുകൂടെ വേണം. കാര്യം പോളാർ പാരറ്റിന് ഇടാനുള്ളതാണ്. വേണ്ടേ, ഈ ഒരു ഇത്രയും മതി. നമുക്ക് ഇവിടെ നേരെ ഇത് പൊക്കണം. കാര്യം വെച്ചാൽ ഇല്ലെങ്കിൽ പാടാണ്. എടുത്ത് ഇങ്ങനെ പൊക്കണം. നിങ്ങൾക്ക് മീനൊക്കെ ഉണ്ട്, നിങ്ങൾ ഇതേപോലെ ഗപ്പിയൊക്കെ ഉണ്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് മണലൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ വേണ്ടേ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ താഴോട്ട് താക്കണം. അപ്പോൾ ഏറെ നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഞാൻ അങ്ങനെ ആക്കിയതാണ്. നിങ്ങൾക്കത് വേണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഇതിങ്ങനെ ഒന്ന് മടക്കുക. ഇത് നേരെ അങ്ങ് ആക്കി വെക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ലൊരു സാധനമായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ തുറക്കുകയും ചെയ്യാം അടയ്ക്കുകയും ചെയ്യാം. നമുക്ക് തീറ്റ ഇടണമെങ്കിൽ ഇങ്ങനെ വെക്കുക, ഇതിൻ്റെ അകത്തോട്ട് ഇടുക, അടയ്ക്കുക. അതാണ്ട് ഈ ഒരു തീറ്റ ഇങ്ങനെ തുറക്കുക, അതിട്ട് തീറ്റ ഇടുക, അടയ്ക്കുക. അപ്പോൾ നമ്മൾ ചാടിയൊന്നും പോകത്തില്ല. ഏത് മീൻ ഇട്ടാലും നല്ല സുരക്ഷയായിട്ട് കിടക്കും. വലിയ മീനൊന്നും ഇട്ടേക്കില്ല. കുഞ്ഞു മീൻ ഇതേപോലെ പോളാർ പാരറ്റ് പോലത്തെ കുഞ്ഞു മീനൊക്കെ ഇടാവുള്ളൂ. വലിയ മീനൊക്കെ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് മണലിടണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് മണലൊക്കെ എടുത്തോണ്ട് വരാം ഗൈസ്. നമുക്കിനി മണലെടുത്തോണ്ട് വരാം. ഇപ്പൊ നമ്മൾ മണലൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മളൊരു പ്ലാന്റ് ടാങ്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അതിന്റെ വീട് ചിലപ്പോൾ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പൊ ആ പ്ലാന്റ് ടാങ്കിന്റെ ആ മണലുണ്ട് ഗൈസ്. ആ മണൽ ഞങ്ങൾ കഴുകി വെച്ചേക്കും. അപ്പൊ അതെടുത്തോണ്ട് വരാം ഗൈസ്. നമ്മുടെ ഓസ്കാർ കൂട്ടമ്മ ഈ മണൽ ഒന്നുകൂടി ഒന്ന് കഴുകിയേക്കാം ഗൈസ്. ഇത് നമ്മള് കഴുകിയ മണലല്ല, കുറച്ച് കഴുകിയ മണലാണ്, വേറെ കഴുകിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മളിത് അവിടെ കിടന്നുകൊണ്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കഴുകുക. അല്ല ഇത് കണ്ടോ കാര്യം ഒത്തിരി ചെളിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിപ്പിയൊക്കെ നമ്മുടെ ഇതിൽ കിടന്ന ചിപ്പിയൊക്കെയാണ് കൈസ്. കണ്ടോ ഇവിടെ ഭയങ്കര ചെളിയാണ് കേട്ടോ. നമ്മുടെ ഈ ചിപ്പിയൊക്കെ വെക്കട്ടെ. കഴുകിയതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2 ഇളക്കളെടുക്കുക. കണ്ട് തണ്ടേ ഇങ്ങനെ കളഞ്ഞാൽ കൂടുതൽ കളയല്ല. അപ്പം ഇത് പോവും, സിമെൻറ്റ് പോവും. മണല് നല്ല രീതിയിൽ തന്നെ പുറത്തോട്ട് പോകും. നമ്മളിങ്ങനെ കൈ വെക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ കുത്തി വീഴും. അപ്പോൾ നമുക്കിനി മൊത്തം കഴുകിയിട്ട് കാണിക്കാം. നമ്മളെ കഴുകലൊക്കെ
കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെള്ളമായിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈയിട്ട് ഇളക്കിയാലും ആ ഒരു കളർ തന്നെയാണ് വരുന്നത്. ഇനി നല്ല സെറ്റാണ്. എനിക്ക് ഈ വെള്ളം കൂടെ കളയാം. ഈ വെള്ളം കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയിലോട്ട് ഇതെല്ലാം നിറയ്ക്കണം. അത് കുപ്പിയിലോട്ട് നിറയ്ക്കണം. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള പരിപാടി തുടങ്ങും ഗൈസ്. അപ്പൊ നമ്മളിത് നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിറയ്ക്കാൻ വേണ്ടി ചിപ്പിയൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഗപ്പിക്കകത്ത് ഇട്ട് അന്ന് ഒരു നമ്മള് ഫിഷ് ടാങ്കിനകത്ത് ഇട്ട് ചിപ്പി ആയിരുന്നു. അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. ഞങ്ങളെ പോളാർ പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പോണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീൻ തന്നെയാണ് പോളാർ പാരറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പോളാർ പാരറ്റ്. പ്രാവശ്യമൊക്കെ വളർത്തിയവർക്ക് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പോളാർ പാരറ്റ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് വേണ്ട ഞങ്ങളുടെ പോളാർ പാരറ്റ് എല്ലാം ചത്തുപോയി. അവിടെ പോളാർ പാരറ്റ് അവനവിടെ നിറക്കട്ടെ ഗൈസ്. അവിടെ പോളാർ പാരറ്റിൻ്റെ ഇതിൻ്റെ അകത്തൊരു ഗപ്പിയുണ്ട് ഗൈസ്. കണ്ട ഗൈസ് അവിടെ പോളാർ പാരറ്റ് രണ്ടെണ്ണം ഒരുമിച്ചാണ് ഗൈസ് നടക്കുന്നത്. ആണ്ട ഗൈസ് അവിടെ പോളാർ പാരറ്റ് അതവിടെ നല്ലതായിട്ട് നടക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് നമ്മുടെ ഇത് മൊത്തം നിറച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഷേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. കാരണം ഇതാവാനാണ് കേട്ടോ ഗൈസ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം ഇത് കലക്കൽ കാണും. കുറച്ച് ചെയ്യുമ്പോൾ കലക്കൽ അടിയുന്നതായിരിക്കും. അത് നൈസായിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ എല്ലായിടത്തും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഇത് നമ്മൾ ഇനി ഒട്ടനെ വെള്ളം ഒഴിക്കത്തില്ല. കാരണം താഴത്തൊക്കെ വെള്ളം കണ്ടു വേണ്ടേ. ഈ ഇവിടെയൊക്കെ മണൽ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നോക്കിയത് കഴുകിയിട്ട് കളിക്കുന്നു. നമുക്ക് കഴുകാൻ പോവാം. നമ്മൾ കഴുകുന്നത് തെറ്റി ഗൈസ്. നമ്മളെ കൂട്ടുകാരെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നെ വീഡിയോക്കകത്ത് കാണിക്കാത്ത ഞാൻ തന്നെയാണ് ഇപ്പൊ ക്യാമറമാൻ. അതുകൊണ്ടാണ് ക്യാമറമാൻ ഒരു സ്ഥലം വരെ പോയപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ കാണിക്കാത്ത ഗൈസ്. അപ്പൊ അവൻ കഴുകുന്നുണ്ട്. അത് നമുക്ക് വേണ്ടേ നമ്മളെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ വേണം വെള്ളം ഒഴിക്കാൻ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു അത്യാവശ്യം ചെളിവെള്ളം ഉണ്ട്. നമുക്ക് ഇതുവഴി കളയണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജസ്റ്റ് ഇങ്ങനെ ചെരിച്ചാൽ മതി ഗൈസ്. നമുക്ക് വെള്ളമൊക്കെ മാറണമെങ്കിൽ ഇത് തുറന്നാൽ മതി ഗൈസ്. വാൽവ് തുറന്നാൽ മതി. അതാണ് നമ്മുടെ ബുദ്ധി ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് പോകാം ഗൈസ്. ഇതിൻ്റെ അകത്ത് പൈപ്പ് തുറക്കാവടാ. നമുക്ക് ഇത് കുറച്ച് വെള്ളം കഴുകണം കേട്ടോ. ഇത് ഓക്കെ. നമുക്ക് ഇത് വെള്ളം നിറച്ചുകൊണ്ട് പോവാം. ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ നിൽക്കാൻ ആദ്യമേ നമുക്ക് കുറച്ച് 2-3 മിനിറ്റിൽ നിൽക്കാം ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അകത്ത് കിടക്കും നല്ല രസമായിരിക്കണം. ഒന്ന് കഴുകാം. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്കാം. ജസ്റ്റ് ഒന്ന് കുലുക്കി. അയ്യോ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഒരു ഇച്ചിരി വെള്ളം എടുക്കുന്നുള്ളൂ. ഇച്ചിരി വെള്ളം എടുക്കുക. ജസ്റ്റ് ഒന്ന് കുലിക്കാൻ മാത്രം മതി. ഓക്കെ. നമുക്ക് വേണ്ട അതും കളഞ്ഞു. ഇനി വെള്ളം നിറയ്ക്കാം. നമുക്ക് ഇതിലോട്ട് വെള്ളം അല്ല, അതിന് മുമ്പ് നമുക്ക് ഈ ഇത് ഇടണം. ഇതിട്ടിട്ട് നമുക്ക് ഗൈസ് നമ്മൾ ഈ കല്ലിൻ്റെ അകത്ത് ഇടുന്ന ഇതൊക്കെ എന്തിനാണ് ഇത് ചത്തു പോകുന്ന സാധ്യതയൊക്കെ കുറേ ചത്തു പോകാതൊക്കെ ഇരിക്കും. നല്ല നാച്ചുറൽ ആയിട്ടാവും. നല്ല കല്ലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗപ്പിയെ കാണിച്ചു. നമ്മുടെ ഗപ്പിയെ ഉടൻ തന്നെ ആ കുഞ്ഞുങ്ങളെ മാറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ മിക്കവാറും ഇതുകൊണ്ട് ഗൈസ് കുഞ്ഞുങ്ങളെ മാറ്റിയില്ലേ ആണ് പിടിച്ച് മിക്കവാറും തിന്നാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഗപ്പി കട ഗൈസ് ആണ് ഓടിക്കുന്നുണ്ടോ ഗൈസ് കുഞ്ഞുങ്ങളെ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇതിനെ മാറ്റണം. അല്ലേ ഒന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ചെറിയ നോക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ഈ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ മിറ്റില് ഈ ഇതില്ലേ ബേബി മിറ്റിലല്ല ഇത് മറ്റേ മണല് പോകാതിരിക്കാൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാം. ഇത് കഴുകിക്കൊണ്ടിരിക്കുവാണ്. വെള്ളം കൂടെ നിറച്ചേക്കാം ഗൈസ്. നമുക്ക് ഒഴിക്കാനായിട്ട് കഴുകിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട് നമ്മളെ വെള്ളം വേണ്ട ഗൈസ്. ആദ്യമേ നമ്മൾ ഇങ്ങനെ ഒരു ഓട് വെക്കണം. നാച്ചുറൽ ലാസ്റ്റ് എടുത്ത് കളയേണ്ടതാണ് കേട്ടോ. നമ്മുടെ നാച്ചുറൽ ഫീല് കിട്ടാനാണ് ഗൈസ് ഇങ്ങനെയൊക്കെ. കാര്യം മണല് പോയിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഓടിങ്ങനെ ചോദിക്കുന്നുണ്ട് വെള്ളം. അതുകൊണ്ട് ഒത്തിരി കലങ്ങത്തും ഇല്ല. മണലൊക്കെ സെറ്റായിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഗൈസ്. ഇത് കുറച്ച് കലങ്ങിയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കലക്കലൊക്കെ പോകും. നിങ്ങൾ ഉപ്പുകല്ലൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് ഗൈസ്. നമ്മുടെ ഉപ്പുകല്ലില്ലാതെ നമ്മൾ ഇടുന്നില്ല ഗൈസ്. അപ്പോൾ ഉപ്പുകല്ലൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. ഈ ചെറിയൊരു സ്ഥലം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സൈഡിലോട്ട് മാത്രം വെള്ളം വരുന്നത്. നിങ്ങൾ ഓർക്കും ഇതിന് ഒരു സൈഡിലോട്ട് മാത്രം പോകുന്നത്. നമുക്കിനി നേരെ എടുത്ത് ഇതിനെ താഴത്തോട്ട് നേരെ വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വ്യൂ കണ്ടോ ഗൈസ്. നേരെ വെക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും ഗൈസ്. അണ്ടർഗ്രൗണ്ട് വാട്ടർ
അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ളതല്ലേ ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് മീനായിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് കാണിക്കാം ഗൈസ്. സ്ഥലം മാറ്റും, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളാണ് ഇത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഗൈസ് നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കല്ല് വെച്ചേക്കാം ഗൈസ്, ഒരു സേഫ്റ്റിക്ക്. ഇതല്ലേ എങ്ങനെ മറിഞ്ഞു പോയാൽ നമ്മുടെ ഓസ്കാറിന്റെ ഓളത്തിലോട്ടേ വീഴത്തുള്ളൂ, അല്ലെങ്കിൽ സൈഡിലോട്ട് വീഴും. നമ്മൾ കല്ലൊക്കെ വെക്കുന്നത് നല്ലതാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗൈസ് കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കല്ല് വെക്കണം, ചിലപ്പോൾ ഉരുണ്ടൊക്കെ പോയാലോ. ഇപ്പം നമ്മുടെ ഓസ്കാർ കൂട്ടന്മാരൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. ഗൈസ് അവിടെ പോളാറിനെ നമുക്ക് പിടിക്കാം ഗൈസ്. അങ്ങനെ പാടാണ്, ഭയങ്കര പാടാണ് ഈ പോളാറിനെ പിടിക്കാൻ. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അവിടെ പോളാർ കയ്യിലെ കൂടെ ഓടിച്ചാടി നടക്കുവാണ്. കൂട്ടുകാരൻ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവനെ കിട്ടാൻ പാടാണ് കേട്ടോ. പകുതി വെള്ളം കള എൻ്റെ കൈ കിട്ടിയതാണ്ട് പിന്നെ പോയി. ഭയങ്കര പാടാണ് കേട്ടോ പോളാറിനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുഞ്ഞ സാധനമാണേലും എന്നെ പാടാണ്. ഇത് മെയിലാണ് കേട്ടോ, ഫീമെയിൽ നമ്മൾ നേരത്തെ വിട്ടു, ഇത് മെയിലാണ്. നമുക്ക് ഒരു അണ്ടർഗ്രൗണ്ട് വ്യൂ കാണിച്ചു തരാം ഗൈസ്. അവിടെ പോളാറൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. അവിടെ പോളാർ കറക്റ്റ് അവിടെ പള്ളത്തി കുഞ്ഞൊക്കെ പോലെ ഇല്ല ഗൈസ്. അങ്ങനെ പോളാറാണ്ട് സെറ്റായിട്ട് ഇവിടെ ഇപ്പുണ്ട് ഗൈസ്. കണ്ട ഗൈസ് അവിടെ പോളാർ നല്ല സെറ്റായിട്ട് ഇവിടെ ഉണ്ട് ഗൈസ്. മേലത്തെ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ മേലത്തെ വ്യൂ ആണ് ഗൈസ്. ഇത് ക്യാമറമാൻ ഇല്ലാത്തതിന്റെ അറിയാമുണ്ട് ഗൈസ്. എന്റെ പൊന്നോ, ക്യാമറമാൻ ഇല്ലാത്തതിന്റെ അനുഭവം അറിയാണ്ട് നല്ല പാടാണ് ഗൈസ്. നമ്മള് നല്ല പോളാറൊക്കെ നല്ല സെറ്റ്, നല്ല വ്യൂ അല്ലേ ഗൈസ്, കാണാൻ തന്നെ നല്ല രസമില്ലേ. നമുക്കിനി അടുത്ത സംഭവത്തിലോട്ട് കിടക്കാം ഗൈസ്. നമ്മുടെ ഗപ്പി ഇവിടെ ഇരിക്കുമല്ലേ ഗൈസ്. ഗപ്പി നമ്മൾ എങ്ങോട്ട് ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ അകത്തോട്ടാണ് അവിടെ ഗപ്പി ചെറിയ ചളക്കമൊക്കെ ഉണ്ട്, എന്നാലും വലിയ വിഷയമില്ല. അവിടെ ഗപ്പി കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ഇടുന്നതിന്റെ കാര്യം മറ്റേ മിക്സിന്റെ കൂടെ ഇടുന്നില്ല. മിക്സിന്റെ കൂടെ ഇട്ട് അത് മിക്സ് കുഞ്ഞുങ്ങളായി പോകും. നമുക്ക് ഇതിനെ അങ്ങ് കളഞ്ഞേക്കുക. നമ്മൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തോളൂ, ഇപ്പൊ മറ്റേ ഗപ്പിക്കുഞ്ഞ് നമ്മൾ പിടിച്ച് മാറ്റില്ല, നമ്മൾ നേരത്തെ മാറ്റിയായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് നടി ഒന്ന് കഴുകണം. നടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി കുറച്ച് വെള്ളം നിറച്ചിട്ട് കാണാം. നമുക്ക് ഇനി പോയി വെള്ളം നിറയ്ക്കാം ഗൈസ്. നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വെള്ളം നിറയ്ക്കുവാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മടുത്ത്. നമുക്ക് നേരെ അപ്പം നമ്മുടെ ഗപ്പിയുടെ അടുത്തോട്ട് പോവാം. പിന്നെ അവിടെ ഇരുന്ന് വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ മീൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. നമ്മുടെ സക്കറിനെയാണ് മൂടി വെച്ചതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ കാക്ക എല്ലാം പിടിച്ചുകൊണ്ട് ഇരിക്കാനാണ്. നമ്മൾ സക്കറെല്ലാം ആക്റ്റീവ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. അവൻ വെള്ളമായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം നിറഞ്ഞു, അല്ല വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ രണ്ട് സാധനമാണ് കേട്ടോ ഇരിക്കുന്നത്. ഒന്ന് നമ്മൾ കുപ്പിയും കൊണ്ട് മേക്കിയത്. നമ്മൾ എവിടെ യൂട്യൂബിൽ ഒന്നും നോക്കിയല്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നൊരു സാധനമാണ്. നമ്മൾ തന്നെ ഒരു ഇത് ഉണ്ടാക്കിയാണ് ഇതേപോലെ എന്തെങ്കിലും ചെയ്താലോ, അങ്ങനെയാണ് നമ്മൾ ഇതേപോലെ. നമുക്ക് ഈ ചട്ടി എടുത്ത് മാറ്റണം. കാര്യം കുഞ്ഞുങ്ങളെ പിടിക്കാൻ പാടാണ്. നൈസായിട്ട് നമ്മുടെ ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം അതിന്റെ പേരൻസ് അവിടെ ഇപ്പൊ ഉണ്ട്, രണ്ടുപേരുണ്ട്. ഇന്നലെ നമ്മള് മേടിച്ചുള്ളൂ ഗൈസ്. ഇന്ന് രാവിലെ ഒക്കെ ഇപ്പൊ കുഞ്ഞുങ്ങളെ കണ്ട് നമുക്ക് ഇനി കുഞ്ഞുങ്ങളെ നമുക്ക് പിടിക്കാം ഗൈസ്. ഇന്നലെ ഇത് പ്രഗ്നന്റ് ആയിരുന്നു. നമ്മൾ ആദ്യത്തേനെ പിടിച്ചു വിട്ടു, രണ്ടാമത്തെ നമുക്ക് പിടിക്കാം കേട്ടോ. ഇന്നലെ തന്നെ ഇത് ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് ഇത് ഇന്നലെ സ്ട്രെസ് അടിച്ചപ്പോഴാണ് സ്ട്രെസ് അടിച്ച് നമ്മൾ കൊണ്ടുവരുന്നേ ഗൈസ്. നമ്മളിങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഏത് ഗപ്പി ഇങ്ങനെ വെള്ളം മാറ്റുമ്പോൾ അത് പ്രസവിക്കും. കാരണം അതിന് സ്ട്രെസ് അടിക്കുന്നോണ്ടാണ് അതിങ്ങനെ. നമ്മള് പറ്റാത്ത വാക്കിനൊന്നും പോകുന്നില്ല ഗൈസ്. വേറെ വാക്ക് ടെൻഷൻ അങ്ങ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി ഗൈസ്. ടെൻഷൻ കൂടുമ്പോ ഇതുപോലെ തന്നെ പ്രസവിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഇനി വേണ്ട ഗൈസ്, അതിനുള്ള കിടപ്പുണ്ട്. 7 എണ്ണമാണ് ഇപ്പോ. എത്ര പിടിച്ച് നമ്മൾ നോക്കില്ല ഗൈസ്. ഇപ്പൊ ഇനിയും 2 എണ്ണം കൂടെ ഉള്ളു കേട്ടോ. 2 അല്ല 3. ഒരു കുഞ്ഞു നമ്മളതിനെ വിട്ടുവാണ്. ഇനി ലാസ്റ്റ് ആണ് ഒരെണ്ണം. ഒരെണ്ണത്തിനോടെ നമുക്ക് പിടിക്കാം. നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾ 7 എണ്ണത്തിന് നമ്മൾ മൊത്തം പിടിച്ചു. അപ്പൊ ചട്ടി എടുത്ത് അതിൽ തന്നെ ഇറക്കി വെക്കാം ഗൈസ്. ചട്ടി പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ പേരന്റ് നിങ്ങൾ നോക്കിക്കോളും, നല്ലതാണ് പേരന്റ്. ഈ ചട്ടി വെച്ചോണ്ടുള്ള ഉപകാരം അതൊക്കെ ഈ പ്രഗ്നന്റ് ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുക. അല്ലെ അതിന് പേടിയായ പിന്നെ അത് പ്രഗ്നന്റ് ആകാൻ തന്നെ താമസിക്കും ഗൈസ്. ഇതേ അവിടെ കുഞ്ഞുങ്ങൾ സെറ്റായി ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ അണ്ടർ വാട്ടർ വ്യൂ ആണ് ഗൈസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോ